ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാമത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ബ്രെഡാണ്. വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ ബട്ടർ കൂട്ടാറില്ല, കാരണം എല്ലാ വീട്ടിലും ബട്ടറൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബട്ടർ കൂട്ടുന്നില്ല. ഇതിൽ ഞാനിപ്പം ഈ പാത്രത്തിൽ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 2 അല്ലി ഗാർലിക്ക്, കുറച്ച് സാൾട്ട് അഥവാ ഉപ്പ്, ഈ മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ ഇല്ല. പിന്നെ ഞാനിവിടെ 3 ബ്രെഡിന് മാത്രമാണ് ഉണ്ടാക്കുന്നത്, കാരണം ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാറ്. പിന്നെ ഞാനിവിടെ ബട്ടറിന് പകരം മിൽമയുടെ ഗീയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ചേർത്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിൽമയുടെ ഗീ നമ്മൾ ഈ മിക്സിയിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. മിൽമയുടെ ഗീ അത്യാവശ്യം നമുക്ക് ആവശ്യമില്ലാത്ര ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ എടുക്കണം. അതിൽ ഞാനിവിടെ വെറും 3 ബ്രെഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ 3 ബ്രെഡിലും ഈ ഒരു മിക്സ് നന്നായിട്ട് പരത്തി വെക്കാം. നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ചെറിയൊരു പ്രീഫാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനിലൊക്കെ നമുക്ക് അടുപ്പത്തോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ചെടുക്കാം. പിന്നെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഗീ ചേർത്തതുകൊണ്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും തരത്തിലുള്ള ഓയിലോ കാര്യങ്ങളോ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം ഞാനിവിടെ എനിക്ക് ബാക്കി വന്നിട്ടുള്ള 3 ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ബ്രെഡ് അധികം കഴിക്കുന്നില്ല, അപ്പോൾ അത് വെറുതെ കളയണ്ട എന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് എനിക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കേണ്ടത് തോന്നിയിട്ടുള്ളത്. പിന്നെ ഗാർലിക് ബ്രെഡ് മുമ്പൊരു ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഗാർലിക് ബ്രെഡ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ ആകോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിൽ വെച്ചിട്ട് ഇതിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മിക്സോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ പറഞ്ഞ പാനിൽ ചൂടാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പാനിൽ ചൂടാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിൽ ഓണാക്കുന്നു. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഈ കാണുന്ന റൊട്ടി അല്ലെങ്കിൽ ഈ കാണുന്ന റൊട്ടി നമുക്ക് അതിനകത്ത് ഇടാം. അങ്ങനെ ഞാൻ ഇത് ഇട്ട് നല്ല ഇതിക്ക് ചൂടാക്കി എടുത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 റൊട്ടിയും നല്ല ഇതിക്ക് വേവിച്ചെടുത്തു. ഞങ്ങൾ വേവിച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇല്ലവർക്കൊക്കെ ഞങ്ങൾ അത് പകുതിയായി കൊടുത്ത സമയത്ത് നന്നായി ടേസ്റ്റിയാണെന്നും അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ബട്ടർ എല്ലാ വീട്ടിലും യൂസ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ബട്ടറൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് സാധാ ഗീ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഗീ വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഗാർലിക് ബ്രെഡ് വളരെ ഈസി ആയിട്ട് എടുക്കാം. പിന്നെ ഞാനിവിടെ ഗാർലിക്ക് വളരെ ചെറുതായിട്ട് കത്തി കൊണ്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല രീതിക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക. ഈ അടുത്ത് വന്നിട്ടുള്ള